അപ്പോൾ ഒരു കാരണവശാലും പവർ കട്ട് അല്ലെങ്കിൽ പവർ ഔട്ടേജ് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ഉള്ളതുകൊണ്ടാണ് ഇവർ ഹൈബ്രിഡിലേക്ക് ചിന്തിച്ചത്. ഇപ്പോൾ ഈ ടോട്ടൽ സിസ്റ്റം കോസ്റ്റിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ബാറ്ററി നമുക്ക് കൺവീനിയൻ്റ് ഉള്ള സമയത്ത് ആഡ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഹൈബ്രിഡ് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് ഓഫ് എനി എമർജൻസി ബാറ്ററിനെ നമുക്ക് ഡിസ്കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ സൗകര്യം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഡബിൾ MPPT വരുന്ന സിസ്റ്റമാണ്. 5 വർഷം വരെ നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള ബാറ്ററീസ് ആണ് ഇത് വരുന്നത്. ഹൈബ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വില്ല പ്രോജക്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്കൊരു 5 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളായിരുന്നു പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനിഷ്യലി നമ്മുടെ കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കറണ്ട് ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇതൊരു ടൗൺ ഏരിയ ആണ്, നമ്മുടെ നാഷണൽ ഹൈവേക്ക് വളരെ തൊട്ടടുത്താണ്, അതുപോലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്താണ്. എന്നാൽ പോലും ഒരു പവർ ഔട്ടേജ് വന്നാൽ ഇവരുടെ വർക്കിനെ ബാധിക്കുന്നതാണ്. കാര്യം രണ്ടുപേരും IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു കാരണവശാലും പവർ കട്ട് അല്ലെങ്കിൽ പവർ ഔട്ടേജ് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇവർ ഹൈബ്രിഡിലേക്ക് ചിന്തിച്ചത്. കാര്യം അത്യാവശ്യം നല്ല ഉപയോഗവും ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസോ അങ്ങനെയൊന്നും അവരുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാനാണ് ഈ സിസ്റ്റത്തിലേക്ക് പോയത്. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ 5 കിലോവാട്ടിൻ്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ കൂടെയാണ്. നമുക്ക് ഇത് ഡബിൾ MPPT വരുന്ന സിസ്റ്റമാണ്. നമുക്ക് 2 സ്ട്രിങ് ആയിട്ടാണ് നമുക്ക് മുകളിൽ നിന്ന് ലൈൻ വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ടോട്ടൽ ബാറ്ററി പാക്ക് കൊടുത്തിരിക്കുന്നത് 158 6LMS ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സൈഡ് എന്നുള്ള ബ്രാൻഡിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 വർഷം വരെ നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റി ഉള്ള ബാറ്ററീസ് ആണ് ഇത് വരുന്നത്. കൂടാതെ നമ്മളൊരു ACDB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഇതിനോടൊപ്പം ഒരു ACDB വെച്ചിട്ടുണ്ട്. ACDBക്ക് അക്രോസ് ആയിട്ട് ഒരു SPD ഫിൽറ്റർ ഉണ്ട്. എന്തെങ്കിലും ഒരു സർജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ചെയ്ത് കളയാനാണ് വെച്ചിരിക്കുന്നത്. കൂടാതെ നമ്മൾ സിസ്റ്റത്തിനോട് അടുത്ത് തന്നെ തൊട്ടടുത്തൊരു എർത്ത് ബെഞ്ച് വെച്ചിട്ടുണ്ട്. മെറ്റാലിക് പാർട്സ് എല്ലാം കൂടെ ഗ്രൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എർത്ത് ബെഞ്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടറിൽ നിന്നും ബാറ്ററിയിലേക്ക് വരുന്ന ഏരിയക്ക് നമുക്ക് 2 ഐസൊലേറ്റർ പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് എനി എമർജൻസി ബാറ്ററിനെ നമുക്ക് ഡിസ്കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് ഈ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്. വിത്തൗട്ട് ബാറ്ററി ഇത് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലെറ്റ്സ് ഹൈബ്രിഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയുടെ കോസ്റ്റ് വരും. ഈ ബാറ്ററി മാത്രം ഒരു 65,000 രൂപ അടുത്ത് ബാറ്ററി പാക്ക് മാത്രം കോസ്റ്റ് വരും. ഇപ്പോൾ ഈ ടോട്ടൽ സിസ്റ്റം കോസ്റ്റിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ബാറ്ററി നമുക്ക് കൺവീനിയൻ്റ് ഉള്ള സമയത്ത് ആഡ് ചെയ്യത്തക്ക രീതിയിൽ നമുക്ക് ഹൈബ്രിഡ് പ്ലാൻ ചെയ്യാം. കാര്യം ഒരു ഓൺ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ടിംഗ് ഫെസിലിറ്റി ഉള്ള സിസ്റ്റം ഇപ്പോൾ ചെയ്തിട്ട് വീണ്ടും ഫ്യൂച്ചറിൽ അതൊരു ഹൈബ്രിഡിലേക്ക് മാറ്റാനും നമുക്ക് ഈ മെഷീൻ കൊണ്ട് സാധിക്കും. കാര്യം നമുക്ക് ഈ ഇൻവെർട്ടർ വെച്ചിട്ട് ബാറ്ററി സ്റ്റോറേജിനെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് നമുക്ക് നോ ബാറ്ററി മോഡ് ഇട്ടിട്ട് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ ആക്കി ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ ബാക്കപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല. നമ്മളുടെ ഫിനാൻഷ്യൽ സൈഡ് ഓക്കെ പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് ബാറ്ററി കാര്യങ്ങൾ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഹൈബ്രിഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹൈബ്രിഡ് സിസ്റ്റം എപ്പോഴും നമ്മുടെ DB ആയിട്ട് കണക്റ്റഡ് ആണ്. അവിടെ KCB ലൈൻ പോയാൽ നമുക്ക് ഇവിടുന്ന് ബാക്കപ്പ് തരും. അതുപോലെ പാനലിൽ നിന്ന് പ്രയോറിറ്റി കൊടുത്ത് വർക്ക് ചെയ്യും. അങ്ങനെ പല അഡ്വാൻറ്റേജ് നമുക്ക് ഹൈബ്രിഡ് ഉണ്ട്. പക്ഷേ ഇൻവെർട്ടറിന് ഒരു കംപ്ലയിൻറ്റ് പറ്റിയാൽ നമ്മുടെ വീട്ടിലേക്കുള്ള ലൈൻ അവിടെ കട്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചേഞ്ച് ഓവർ സിസ്റ്റം, ഒരു MCB ടൈപ്പ് ചേഞ്ച് ഓവർ നമ്മൾ DBയിൽ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. കാര്യം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ, ഇൻവെർട്ടറിൻ്റെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് തന്നെ ഈ എൻ്റയർ സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻസ് ചെയ്യാറ്. ഹൈബ്രിഡിൻ്റെ വർക്കിംഗ് നടക്കുന്നത് പ്രധാനമായും പാനൽസിൻ്റെ പവറുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ പാനൽസിനെ ലൈവ് ലോഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഹൈബ്രിഡ് വർക്ക് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ബാറ്ററിയിലേക്ക് വരുള്ളൂ. അതുപോലെ ബാറ്ററിയിലും വന്നു കഴിഞ്ഞിട്ട്
എക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ KCBയിലേക്ക് പോകുള്ളൂ. അങ്ങനെയാണ് ഹൈബ്രിഡിൻ്റെ സിസ്റ്റം ഉള്ളത്. നമുക്കിത് പ്രോഗ്രാം ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ലെറ്റ്സ് സേ ഫസ്റ്റ് പ്രയോറിറ്റി ബാറ്ററി ചാർജിങ് ആക്കാം, അതുപോലെ ബാറ്ററി DOD നമുക്ക് വേരി ചെയ്യിക്കാം. ലൈക്ക് ബാറ്ററി ഇത്ര പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് മാത്രമേ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ, അങ്ങനെയാക്കാം. KCBയിൽ നിന്നും ചാർജ് ചെയ്യണ്ട, ഒരിക്കലും ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ പ്രോഗ്രാം ചെയ്യാം. ജനറേറ്ററായിട്ട് സിംഗറൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കാര്യം നമുക്കിത് കസ്റ്റമൈസബിൾ ആണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ്. ഇതിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ബാറ്ററിയുടെ പെർഫോമൻസിൽ ഇന്ന ദിവസം ഇപ്പോൾ ഒരു വീക്കിലെ 7 ഡേയ്സിൽ ഇന്ന ഡേയ്സിൽ മാത്രം ഇത്ര സമയം ഇത്ര DODയിൽ ഡിസ്ചാർജ് ചെയ്യുക. നമുക്ക് അങ്ങനെ വരെ പ്രോഗ്രാം. കാര്യം സൺഡേയ്സിലൊക്കെ നമ്മുടെ ഉപയോഗം പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ മോഡലിൻ്റെ ഇൻവെർട്ടേഴ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 18 ആംപിയർ വരെ നമുക്ക് DC ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് നാളുകളായി വന്നിട്ടുണ്ടായിരുന്നത് 15 ആംപിയർ ഇൻപുട്ട് ഉണ്ടായിരുന്നുള്ളൂ. കാര്യം നമുക്കിപ്പോൾ വരുന്ന പാനൽസ് എല്ലാം ടോപ്പ് കോൺ N-ടൈപ്പ് പാനൽസ് ഒക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ആംബിയർ ഉള്ള പാനൽസാണ്. ഇതിൽ നമുക്ക് 18 ആംബിയർ വരെ ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ 120 ആംബിയർ വരെ ചാർജ് ചെയ്യാനും അതുപോലെ 120 ആംബിയർ വരെ ഡിസ്ചാർജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഇൻവെർട്ടേഴ്സാണ് ഇതെല്ലാം. 48 വോൾട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ വീണ്ടും ഒരു 3-4 സെയിം ബാറ്ററി പാക്കുകൾ നമുക്ക് ഇതിൽ ആഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു അപ്ഗ്രേഡബിൾ ഓപ്ഷൻ കൂടിയുള്ള സിസ്റ്റമാണ് നമ്മുടെ ഹൈബ്രിഡ് ഇൻവെർട്ടർ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡൈയുടെ 5 kW ഡിസ്പ്ലേ പാരാമീറ്റേഴ്സ് ആണ് കാണുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് 4 കോളങ്ങൾ കാണാം. ഒന്ന് നമുക്ക് പാനലിൻ്റെ ഡീറ്റെയിൽസ് ആണിത്, പിന്നെ അതുപോലെ ഇത് ബാറ്ററിയുടേത്, അഗെയിൻ ഇത് KCBയുടെ പാരാമീറ്റേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അറിയാൻ പറ്റും. ഇത് ലോഡ്, നമ്മുടെ വീട്ടിലേക്കുള്ള ലോഡിൻ്റെ ഇത് എനർജിയൊക്കെ ഓരോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരെ കാണാൻ പറ്റും. ഓക്കെ, അഗെയിൻ ഇതിലിപ്പോൾ നിലവിലെ ഉച്ചക്ക് 1 മണി ടൈം ആയിട്ടുണ്ട്. പാനലിൽ നിന്നും ആകെ വരുന്നത് 670 വാട്ട്സ് പവറേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും പീക്ക് പവറുള്ള സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് പാനലിൽ നിന്നും ഇത്ര വോട്ടേജ് വരുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ 0 എക്സ്പോർട്ട് ഇട്ടിരിക്കുകയാണ്. കാര്യം ഈ വീട്ടിൽ ഇപ്പോൾ നിലവിൽ ഗ്രിഡ് കണക്ടിവിറ്റി കിട്ടിയിട്ടില്ല. നമ്മളിവിടെ KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഏരിയയിൽ നമ്മളിവിടെ ഒരു CT കോയിൽ ഇട്ടിട്ടുണ്ട്. ആ CT കോയിലിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് ഇൻവെർട്ടർ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാര്യം KCBയുടെ കണക്ടിവിറ്റി കിട്ടുന്നവരെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 2 ആഴ്ച 3 ആഴ്ച എടുക്കുമായിരിക്കും. അപ്പോൾ അത്രയും സമയം കസ്റ്റമർക്ക് ഇതൊരു ഓഫ് ഗ്രിഡ് പോലെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആ മോഡിലാണ് ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിലെ പാനലിൻ്റെ പാരാമീറ്റേഴ്സിൽ വരുമ്പോഴേക്കും നമുക്ക് പാനലിൻ്റെ ടോട്ടൽ പവർ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ 2 സ്ട്രിങ്ങിൻ്റെയും വോൾട്ടേജും ആംബിയർ നമുക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു സ്ട്രിങ്ങിൽ നിന്ന് കിട്ടുന്ന പവറുകൾ നമുക്ക് പ്രത്യേകമായിട്ട് P1 P2 എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കിവിടെ തൊട്ട് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ടോട്ടൽ കിലോ വാട്ട്, ഇപ്പോൾ ഈ സിസ്റ്റം ഇന്ന് എത്ര ജനറേറ്റ് ചെയ്യുന്നുള്ളത് KWH ടുഡേ, അതുപോലെ എത്ര യൂണിറ്റ് ടോട്ടൽ ആയിട്ടുണ്ടെന്നുള്ളത് KWH ടോട്ടൽ. അതുപോലെ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രൊഡക്ഷൻ ഡേറ്റയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഒരു ഗ്രാഫ് പോലെ ഇത് ഫോം ചെയ്യും. ഇന്നിപ്പോൾ എത്ര യൂണിറ്റ് കിട്ടി, ഇന്നലെ എത്ര കിട്ടി, അങ്ങനെ നമുക്ക് എല്ലാ ഡീറ്റെയിലും ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അഗെയിൻ നമ്മൾ ബാറ്ററിയുടെ സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ ബാറ്ററിയുടെ ആക്ടിവിറ്റി എന്താണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ചാർജിങ് ആണ് കാണിക്കുന്നത്. അതുപോലെ SOC, ഇപ്പോൾ ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജ് ഇപ്പോൾ നിലവിൽ 63%, 63% ഈ 150Hന്റെ 4 ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുപോലെ വോൾട്ടേജ് വരുന്നത് 57 വോൾട്ടും, അതുപോലെ ഇപ്പോൾ ചാർജിങ് ഡയറക്റ്റ് നടക്കുന്നുണ്ട്. 10 ആംപിയറിലാണ് ചാർജിങ് നടക്കുന്നത്. നമ്മളിപ്പോൾ 150Hന്റെ ബാറ്ററി ആയതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു 25 ആംപിയർ 30 ആംപിയർ വരെയൊക്കെ മാക്സിമം ചാർജിങ്ങിന്റെ പ്രോഗ്രാം ചെയ്യാറുള്ളൂ. അതുപോലെ ബാറ്ററിയുടെ ടെമ്പറേച്ചർ ഇപ്പോൾ 30.2 ടെമ്പറേച്ചർ ബാറ്ററിയുടെ കാണിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ബാറ്ററിക്ക് ഒരു ടെമ്പറേച്ചർ സെൻസറിന്റെ കേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടെമ്പറേച്ചർ സെൻസർ അതിന്റെ ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ബാറ്ററിയിൽ നിന്നും ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഗ്രിഡ് പാരാമീറ്റേഴ്സ് നമുക്ക് ഇപ്പോൾ ഗ്രിഡിന്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളതും എത്ര വോൾട്ടേജ് ഉണ്ടെന്നുള്ളതും അതുപോലെ എത്ര ആംപിയർ KCBയിലേക്ക് കൊടുക്കുവാണോ, കണ്ടോ ഇവിടെ നിങ്ങൾ മാറുന്നുണ്ടോ, KCBയിൽ എടുക്കുന്നതിനെ ബൈ എന്നും, എക്സ്പോർട്ട് ആണെങ്കിൽ സെല്ലെന്ന് കാണിക്കും. അതുപോലെ അങ്ങോട്ട് കൊടുക്കുന്നില്ല ഇങ്ങോട്ട് എടുക്കുന്നില്ലെങ്കിൽ 0 കാണിക്കും. അതിങ്ങനെ വേരി ചെയ്യുന്നുണ്ടോ. ഞാനിപ്പോൾ 0 എക്സ്പോർട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ KCBയിലേക്ക് നമ്മൾ എക്സ്പോർട്ടിലാണെങ്കിൽ ഇവൻ സെല്ല് കാണിക്കും നമ്മുടെ ഈ ഏരിയയിൽ. ഓക്കെ, അഗൈൻ ടോട്ടൽ എത്ര KWH KCBയിലേക്ക് കൊടുത്തു, ടോട്ടൽ എത്ര KWH KCBയിൽ നിന്ന് എടുത്തു, അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കപ്പിനെ പറ്റി സംസാരിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഡ് എത്രയാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്, ലോഡ് എത്ര വാട്ട്സ് പവർ എടുക്കുന്നുണ്ട്, അതുപോലെ ലോഡിലേക്ക് എത്ര പവർ എടുത്തു, ലോഡിലേക്ക് ടോട്ടൽ എത്ര KWH എടുത്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാനലാണ്. ഈസി ആയിട്ട് ബേസിക് നോളജിലുള്ള ഒരാൾക്ക്, ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചോളം ഈസി ആയിട്ട് ഇതിൽ നിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ എന്താണ് ഈ സിസ്റ്റം നടക്കുന്നത്. പല ഇൻവെർട്ടേഴ്സും മാർക്കറ്റിൽ കോംപ്ലക്സ് ആക്കുകയാണ് ചെയ്യുക. കാര്യം ആർക്കൊന്നും മനസ്സിലാത്ത രീതിക്കാണ് പല ഇൻവെർട്ടേഴ്സും അവരുടെ ഇൻ്റർഫേസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്
കുറച്ചുകൂടെ കസ്റ്റമർക്കാണെങ്കിലും പാനലിൽ നിന്ന് വൈദ്യുതി ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫ്ലോയെ കാണുമ്പോഴേക്കും ഓക്കെ ഇത് പാനലിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഇത് ഇവരുടെ ഒരു ഇൻ്റർഫേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ എൻ്റയർ ഡേറ്റ ഇൻവെർട്ടറിൻ്റെ ഡിസ്പ്ലേ തന്നെ എപ്പോഴും വന്ന് നോക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് എൻ്റയർ ഡേറ്റ സോളാർ മാൻ എന്നുള്ള ഒരു ആപ്പ് ഫെസിലിറ്റി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ബാക്ക് എൻഡ് നമുക്ക് ഡേറ്റ എടുക്കാൻ സാധിക്കും. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ ഇൻവെർട്ടറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇൻവെർട്ടറിൻ്റെ ഡേറ്റാസ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഡേറ്റാസ് മീൻസ് നമുക്ക് പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട്, SOC, അതുപോലെ ഇതിൻ്റെ കട്ട് ഓഫ് ടൈമുകൾ, അതൊക്കെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനും സാധിക്കും. യൂസർക്ക് ഏറ്റവും കൂടുതൽ ഡേറ്റ കൊടുത്തുകൊണ്ട് മാക്സിമം ഈ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഡൈയുടെ ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു 5 kW ഹൈബ്രിഡ് സിസ്റ്റം, അതിപ്പോൾ ഒരു വില്ല പ്രോപ്പർട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഇൻസ്റ്റലേഷൻ ആയിരുന്നു. വളരെ ഷോർട്ട് പീരീഡിൽ നമ്മൾ ചെയ്തൊരു വർക്കായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് അഖിൽ സൈനിങ് ഫ്രം സോളാർ. താങ്ക് യു.